സമാധാനമെന്ന യോഗ്യത ഗുണം സാധകനെ ആത്മാവിലേക്ക് അടുപ്പിക്കാൻ ഏറ്റവും സഹായിക്കുന്നതാണ്. ശുദ്ധമായ ബ്രഹ്മത്തിൽ എല്ലായ്പ്പോഴും ബുദ്ധിയുടെ യാതൊരു തരത്തിലുള്ള ഉറപ്പിക്കലാണ് സമാധാനമെന്ന് പറയുന്നത്. അതോടൊപ്പം പറഞ്ഞു, മനസ്സിന്റെ ചിത്തത്തിന്റെ ലാളനമല്ലാതിരിക്കുകയും വേണം. തൈലധാര പോലെ ഉള്ളില് ആത്മസ്മൃതി തെളിഞ്ഞു വരിക തന്നെ വേണം. സാധനാമാർഗത്തിലെ പ്രതിബന്ധങ്ങള് ഉണ്ടാവുക സ്വാഭാവികമാണ്. മുമ്പോട്ട് നടക്കുമ്പോൾ അതിനെതിരായിട്ടൊരു ശക്തി നമ്മളെ പിൻപോട്ട് തള്ളിക്കൊണ്ടിരിക്കും. ആ പിന്നോട്ടടിക്കുന്ന ശക്തിയെ കവച്ചു വെച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ യാത്ര മുമ്പിലേക്കുള്ള യാത്രയായിട്ട് മാറുന്നത്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാകുന്നു. ഈ വിഷയം പ്രതിബന്ധമേറി മേവുന്ന കാര്യത്തെ മറികടക്കാൻ നിജസ്മൃതിയെ നിരാകരിക്കുമെന്ന് ഗുരു ആത്മോപദേശത്തിൽ പറയുന്നുണ്ട്. ഈ പ്രതിബന്ധങ്ങളെ തട്ടിത്തെറിപ്പിച്ച് ദൂരോട്ട് പോവണമെങ്കിൽ ആത്മീയ മാർഗത്തിൽ അതിന് നിജസ്മൃതി മാത്രമാണ് സഹായിക്കുന്നത്. തന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള അവബോധം, അല്ലെ ആത്മാവിനെ കുറിച്ചുള്ള സ്മരണം. അപ്പൊ ആത്മവിസ്മരണം സംഭവിച്ചു പോയി എങ്ങനെയോ, അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. തലയിൽ തീ പിടിച്ചു. തലയിൽ തീ പിടിച്ചാൽ ആ തീ എവിടെ നിന്ന് വന്നു, എങ്ങനെ സംഭവിച്ചു, അതിനെയും എന്തൊക്കെ ചെയ്യണമെന്നൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരുവൻ പോയി വെള്ളത്തിലേക്ക് ചാടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതേപോലെ ഈ ആത്മവിസ്മരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നിജസ്മൃതി ഉണ്ടാക്കാൻ ശ്രമിച്ചോളുക. അതിന് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കാത്തത് കൊണ്ട് മഹർഷിമാരതിന് മായ എന്ന് പേരിട്ടു. അങ്ങനെ ഒരു പേര് കൊടുക്കാനേ അതിന് സാധിക്കുകയുള്ളൂ താനും. അങ്ങനെ ആത്മവിസ്മരണം സംഭവിച്ച ഒരുവന് നിജസ്മൃതി മാത്രമാണ് ഈ പ്രതിബന്ധങ്ങളെ നിരാകരിക്കാനുള്ള മാർഗം, അല്ലെ ഒരേ ഒരു വഴി. അപ്പൊ ആ നിജസ്മൃതി ഇവിടെ എപ്പോഴും ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഈ സമാധാനത്തില് ബ്രഹ്മത്തിന്റെ ബുദ്ധിയിലുള്ള ഉറപ്പ്, ഈ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഒക്കെയുള്ള വിശ്വാസമാകുന്ന ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരുവന് ഈ സമാധാനപൂർണമായ സമാധാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. പൂർണ്ണമായിട്ട് ഇതിനകത്ത് ആധാനം ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ബുദ്ധിയെ ആത്മവിഷയമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുവാൻ അയാൾക്ക് ശേഷിയുണ്ടാവുന്നു. അപ്പൊ അന്നേരം വിഷയബുദ്ധി കുറഞ്ഞു വരും. ചിത്തത്തെ വിഷയങ്ങളിലെ, തുച്ഛമായ വിഷയങ്ങളിലെ ലാളിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഇയാൾക്ക് മനസ്സില്ലാതെ പോകും. എന്താന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ കാര്യം നടക്കേണ്ടതുള്ളത് കൊണ്ട് ഈ കൊച്ചു കാര്യം ഉപേക്ഷിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സമാധാനമെന്ന് പറയുന്ന ഈ സമാധി ഷഡ്കസമ്പത്തിലെ ഗുണം നേടുന്ന ഒരുവന് അധ്യാത്മമാർഗത്തിലെ ചരണം വളരെ എളുപ്പമുള്ളതായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എളുപ്പമാണെന്ന് ചോദിച്ചാൽ കത്തിയുടെ വായുത്തലയിൽ കൂടി നടക്കുന്നത് പോലെ അല്പം പ്രയാസമാണിതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് കത്തിയുടെ മുകളിൽ കൂടി യാത്ര ചെയ്യുന്നത് പോലെ ദുഷ്കരമാണ് അധ്യാത്മമാർഗം എന്ന് പറഞ്ഞാൽ അസാധ്യമെന്നല്ല അർത്ഥം. മറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇതിനെ സമീപിക്കാനെന്നും ആ തരത്തില് കാണുവാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കണമെന്നുമാണ് അതിന്റെ താല്പര്യം. അങ്ങനെ സമാധാനപൂർണമായ അല്ലെ സമാധാനത്തിൽ കൂടി വന്നാല് ആ വ്യക്തി പിന്നീട് ചെന്നു ചേരേണ്ട ഗുണം എന്ന് പറയുന്നത് മുമുക്ഷുത്വമാണ്. മുമുക്ഷുത്വം എന്ന സാങ്കേതിക പദത്തിന് ഏകചൂടാമണിയിൽ നിർവചനം കൊടുക്കുന്നത് അഹങ്കാരാദി ദേഹാന്താൻ ബന്ധാൻ അജ്ഞാനകൽപ്പിതാൻ സ്വസ്വരൂപാവബോധേന മോക്തുമിച്ഛാ മുമുക്ഷുത.
അഹങ്കാരാദിദേഹാന്താൻ, അഹങ്കാരം മുതൽ ദേഹം വരെയുള്ള അജ്ഞാനജന്യമായ, അജ്ഞാനകൽപ്പിതാൻ ബന്ധാൻ, അജ്ഞാനജന്യമായ ബന്ധങ്ങളെ സ്വസ്വരൂപാവബോധേന, തന്റെ ആത്മസ്മരണം കൊണ്ട് കടന്നു നിൽക്കുക. എന്നിട്ടോ മോക്തുമിച്ഛ മുമുക്ഷുത, മോചനം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന് മുമുക്ഷുത എന്ന് പറയുന്നു. മോക്തുമിച്ഛ മുമുക്ഷുത, ആ 4 വരി ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാല് മോചനം വേണമെന്നുള്ള ആഗ്രഹമാണ് മുമുക്ഷുത്വം. മോക്തുമിച്ഛ മുമുക്ഷുത, മോചനം, ഈ ലോക ദുഃഖങ്ങളിൽ നിന്ന്, സംസാര വരാനിധിയുടെ അക്കരെ കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇച്ഛ, ആ ഒരു ആഗ്രഹത്തിന് മുമുക്ഷുത്വം എന്ന് പറയാം. ഈ മുമുക്ഷുത്വം എന്ന ഗുണം വരുമ്പോഴാണ് ആത്മാവിനെ കുറിച്ച് അറിയണമെന്നുള്ള തീവ്രമായ താല്പര്യം ഉണ്ടാവുന്നത്. മോചനം വേണം, എനിക്ക് ഈ ദുഃഖ സാഗരത്തിൽ നിന്ന്, സംസാര സാഗരത്തിൽ നിന്നൊരു വിടുതൽ വേണം. എത്രയോ ജന്മങ്ങളായിട്ട് ഇതിനകത്ത് കിടന്ന് കളിച്ചു പുളയ്ക്കുകയായിരുന്നു, കളിച്ചും പുളച്ചും രസിച്ചും രമിച്ചും ഇരിക്കുകയായിരുന്നു. അങ്ങനെ ജന്മാന്തരങ്ങളിലായി അനുഭവിച്ചു വന്ന ഈ രസം എന്ന് കരുതിയിരുന്ന വിഷയങ്ങള് അത്ര രസമുള്ളതാണോ എന്നിപ്പോ സംശയം തോന്നുകയും, ഇതിനേക്കാൾ രസമുള്ള യഥാർത്ഥ രസത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഗുരുക്കന്മാർ പറയുന്നത് രസോ വൈസഹ, ഏറ്റവും അധികം രസമുള്ളത് ആത്മാവിലാണ്. ആത്മതത്വത്തോട് ചേരുമ്പോഴാണ് ഏറ്റവും അധികം രസവും സുഖവും സംതൃപ്തിയും ഉണ്ടാകുന്നത്. അത് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നതുമാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലുമല്ല നമുക്ക് ഏറ്റവും അധികം സുഖം കിട്ടുന്ന, മറിച്ച് സുഷുപ്തിയിലാണ്, ഗാഠനിദ്രയിലാണ്, ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിലെ സുഖം അനുഭവിക്കുന്നത് പോലെ, ആനന്ദം അനുഭവിക്കുന്നത് പോലെ മറ്റു 2 അവസ്ഥകളിലും സുഖം കിട്ടുന്നില്ല, ആനന്ദം കിട്ടുന്നില്ല. ഈ ആത്മാനന്ദം കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖ സ്വരൂപമായ സുഷുപ്തിയില് നമുക്ക് കിട്ടുന്ന നിരതിശയമായ ആനന്ദം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്, മനോവാചാം അഗോചരമാണ്. ആ ആത്മാനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ് ഓരോ ജീവന്റെയും വ്യക്തമായിട്ടുള്ള ലക്ഷ്യമായിരിക്കുന്നത്. അപ്പൊ ആത്മാനന്ദം കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെമ്പഴന്തിയിലെ നാണു വീട് വിട്ടിറങ്ങുകയും തന്റെ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ഗുരു ആ ജന്മശുദ്ധനായതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ ഈ ഒരു തലത്തിൽ എത്തിച്ചേരുകയും ആ തലത്തില് മുമുക്ഷുതയോടുകൂടി നടക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഈ മോചനം ഉണ്ടാവണം, എനിക്ക് ഈ സംസാര വരാനിധിക്ക് അക്കരെ കയറണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നാണു വീട് വിട്ടിറങ്ങുകയും അങ്ങനെ ലോകത്തിന് ഒരു നാരായണ ഗുരു സംഭാവ്യമാവുകയും ചെയ്യുകയാണ്. ഗുരുവിന്റെ ജീവിതത്തിലെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇത്രമാത്രം തീവ്രമായ മുമുക്ഷുത മറ്റു പലരിലും കാണാൻ സാധിക്കില്ല. ആ മുമുക്ഷുതയുടെ തീവ്രത കൊണ്ടാണ് കഠിനമായ ഘോരമായ തപസ് ചെയ്യുവാനും ഗുരു മനസ്സ് കാണിച്ചത്. അപ്പൊ അത്തരത്തില് ആ ഗുരു പഥത്തില് ചരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളും ആ ഒരു തപസ്സിന്റെ അല്ലെ ആ മുമുക്ഷുതയുടെ ഒരല്പമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുവാനും അത്തരത്തില് ചിന്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഗുരുകാരുണ്യം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഗുരുകാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു. നന്ദി.